Assalamualaikum warahmatullahi taala wabarakatuh. Bismillah, alhamdulillah, wassalatu wassalamu ala asyrafir rasulillah wa ala alihi wa sahbihi ajma'in, amma ba'd. സർവാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മറ്റു മുത്തല്ലിം സുഹൃത്തുക്കൾ, അസ്സലാമു അലൈക്കും. ലോകമെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തന സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ മിഫ്താലുലും സംഘടിപ്പിച്ചു വരുന്ന അലക്കലമിന്റെ വേദിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ഉടനീളം കാണിച്ചു തന്ന അവിടുത്തെ സാന്ത്വന സ്പർശനങ്ങൾ എന്ന വിഷയത്തെ അധികരണം ചെയ്തുകൊണ്ട് രണ്ടു വാക്ക് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥൻ തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്. അവരനെ സഹായിക്കുക, അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക എന്നിവ ഇസ്ലാമിൽ വളരെ പുണ്യമുള്ള ഒരു കർമ്മമാണ്. പരസ്പരം സ്നേഹവും പരന്ന സഹായവും അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന നവയുഗത്തിൽ സാഹോദര്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പാഠങ്ങളെ പ്രവാചക ജീവിതത്തിൽ നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്താണ് ഈ വിഷയത്തിന് പ്രസക്തി വർദ്ധിക്കുന്നത്. ഖുർആനിലൂടെയും ഹദീസിലൂടെയും വളരെ വ്യക്തമായി സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്നുണ്ട്. അല്ലാഹുമ്മ ഫീ ഔനിൽ അബ്ദി മാ കാന അബ്ദി ഫീ ഔനിൽ അഖീഹി എന്ന വിളംബരത്തിലൂടെ ഈ ഹദീസ് സമൂഹത്തെ സംബോധന ചെയ്യുന്നത് ഈ ഒരു കാഴ്ചപ്പാടിലേക്കാണ്. നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകളിലും നിരന്തരം മാറ്റി നിർത്തപ്പെട്ട വേദനകൾ കടിച്ചമർത്തുന്നവരെ നമ്മിലേക്ക് അടുപ്പിക്കാനുള്ള വലിയ മാർഗമാണ് അവരെയും നമ്മിൽ കണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത്. ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു പ്രവാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ നിന്ന് മാത്രമല്ല പുറമേയുള്ളവർ പോലും അംഗീകരിക്കുകയും അവിടുത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നത് അവിടുത്തെ സാന്ത്വന പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ്. ഇസ്ലാമിൽ നിന്ന് നാം ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് പഠിച്ചു വരുന്ന ഉമാമയുടെ ചുമട്ടുകാരനായി മാറിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥയും ഇതിന് മകുടോദാഹരണമാണ്. ശത്രുവായി കണ്ടവർക്ക് പോലും ജീവിതത്തിലെ സുമനസ്സു കൊണ്ട് ആശ്വാസം പകർന്നു നൽകിയത് അവിടുത്തെ കറകളഞ്ഞ ജീവിതത്തിന്റെ സവിശേഷതയായിരുന്നു. തന്നെ വേദനിപ്പിക്കുകയും ശരീരത്തിൽ കാർക്കിച്ചു തുപ്പുകയും ചെയ്ത അബ്ദു ഷംസിന്റെ ഭാര്യ രോഗിയായപ്പോൾ അന്വേഷിച്ചു ചെന്നതും ഇതിനോട് ചേർക്കേണ്ടതുണ്ട്. മദീനയുടെ തെരുവീരങ്ങളിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ നിന്നിരുന്ന അടിമക്കുട്ടിയെ തന്റെ യജമാനന്റെ അരികിലേക്ക് കൊണ്ടുപോയി ആ കുട്ടിക്ക് വേണ്ടി വാദിച്ച് യജമാനന്റെ തൃപ്തിയോടെ മോചിപ്പിച്ചെടുത്ത കാരുണ്യത്തിന്റെ പൂമരമായ ഹബീബായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാതന്റെ പുതുകാല ജനറേഷൻ പിന്തുടരാതെ പോരുന്നത്. വളർന്നു വരുന്ന ജനറേഷൻ രണ്ട് ജീവികളിലും ഇയർഫോൺ തിരികെ വെച്ച് ഐപാഡ് തലമുറമായി പരിവർത്തനം ചെയ്യപ്പെടുമ്പോൾ തനിക്കരികിൽ നിന്ന് കൈമലർത്തുന്നവരെ പോലും കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരികയാണ്. വാർത്തകൾ മുഴുവനും സോഷ്യൽ മീഡിയയിലൂടെ ആസ്വദിച്ചുള്ള തളരുന്ന ഈ ഒരു സമൂഹം ഇത്തരം ഇസ്ലാമിക ദർശനങ്ങളെയും തിരുനബി ജീവിതത്തെയും ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, പ്രവാചക ജീവിതത്തെ പഠിച്ചെടുക്കാതെ ഇസ്ലാമിനെതിരിൽ കയർക്കുന്നവർക്കുള്ള മറുപടിയാണ് തിരുദർശനത്തിലൂടെയുള്ള ജീവിതം സാധ്യമാക്കുന്നത്. സ്വഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും നല്ല നിലക്ക് ജീവിക്കുക, കാരണം നിങ്ങളിൽ ഒരാളും സ്വന്തം അമൽ കൊണ്ട് വിജയിക്കുകയില്ല. അല്ലാഹു തആല നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്തിട്ടല്ലാതെ. അവന്റെ റഹ്മത്ത് നിങ്ങളിലേക്ക് വർഷിക്കുന്നത് അവന്റെ അടിമകൾക്കുള്ള സാന്ത്വന പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ്. ഇർഹമു മൻ ഫിൽ അർദ് ഇർഹമുകും മൻ ഫിസ് സമാ എന്ന വിളംബ എന്ന തിരുവചനം സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്നതാണ്. ഈ ഒരു കാരുണ്യത്തിന്റെ ജീവിതമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. തന്റെ ഉമ്മത്തിന്റെ വിജയ ദിനമായി സ്വന്തം അമലിനേക്കാൾ അപരനെ സഹായിക്കുന്നതിന് സ്ഥാനം നൽകിയ ഒരു നേതാവിനെയും ലോക ചരിത്രത്തിൽ കാണാൻ കഴിയുകയില്ല. അത്രത്തോളം സാന്ത്വന പ്രവർത്തനങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു ആ 6-ാം നൂറ്റാണ്ടിലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്നുള്ളത്. ആ ജീവിതത്തിലെ മുഴുവൻ സാന്ത്വന സ്പർശനങ്ങളെയും അവതരിപ്പിക്കാൻ സമയം അനുവദിക്കുന്നില്ല. നമ്മൾ ഒരാളെ സഹായിക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ അല്ലാഹു തആല അവന്റെ മലക്കുകളെ നമ്മെ സഹായിക്കാൻ ഏർപ്പെടുത്തുമെന്ന് തിരുവചനം സദസ്സിന്റെ ചിന്തകളിലേക്ക് പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.